ബോളിവുഡിലെ നടന്മാരെല്ലാവരും അത്യാവശ്യം മസിലൊക്കെ ഉള്ളവരാണ്. അക്കൂട്ടത്തിൽ ഇപ്പോൾ യുവനിരയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനാണ് ടൈഗർ ഷ്രോഫ്. ടൈഗർ ഷ്രോഫിന് ഇന്ന് 36 വയസ്സാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന്. അപ്പോൾ ടൈഗർ ഷ്രോഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കഥകൾ, അദ്ദേഹത്തിൻ്റെ സിനിമയിലോട്ടുള്ള വരവും അദ്ദേഹത്തിൻ്റെ ചില സിനിമകളെക്കുറിച്ചുള്ള കുറച്ച് കഥകളും അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 80s-ലെയും 90s-ലെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയായിരുന്നു ജാക്കി ഷ്രോഫ്. അപ്പോൾ ജാക്കി ഷ്രോഫിൻ്റെ മകനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിന് സിനിമ തന്നെയായിരുന്നു ചെറുപ്പം മുതൽ തന്നെയുള്ള ഒരു താല്പര്യമൊക്കെ. അദ്ദേഹം എന്താ പറയുക, നന്നായിട്ട് ബോഡിയൊക്കെ ശ്രദ്ധിച്ചിരുന്ന, ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 2012-ലാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള വരവ്. അത് ശരിക്കും സൽമാൻ ഖാൻ തന്നെയാണ് ഈ പറയുന്ന പോലെ സാജിദ് നാദിയവാല എന്ന് പറയുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ ജാക്കി ഷ്രോഫിൻ്റെ മകനെ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പറ്റിയ ഒരു ലോഞ്ച് ഈ പറഞ്ഞ പോലെ ജാക്കി ഷ്രോഫും വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് മകനെ ലോഞ്ച് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ എന്താ പറയുക, ലോഞ്ചിങ് ചെയ്യുന്ന ഒരു സിനിമ വന്നത് ഹീറോപന്തി എന്ന് പറയുന്ന ആ ഒരു പിൻകാലത്ത് ആ ഒരു പേരിട്ടു. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് അന്ന് തിരഞ്ഞെടുത്തത്. അത് ശരിക്കും ഒരു ആക്ഷൻ ഹീറോ, എന്താ പറയുക, ആക്ഷൻ ഹീറോ ആയിട്ട് ഒരു പൊതുമുഖത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും ഒരു റീമേക്കാണ്, ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. അല്ലു അർജുൻ അഭിനയിച്ചൊരു തെലുങ്ക് സിനിമയാണ്. ആ തെലുങ്ക് സിനിമ നമ്മൾ മലയാളികൾ കണ്ടിട്ടുണ്ട്. കൃഷ്ണ എന്ന പേരിൽ ആ സിനിമ നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ആര്യ എന്ന് പറയുന്ന ഒരു സിനിമ 2006 ഇവിടെ ഇറങ്ങിയപ്പോൾ അതിനുശേഷം അല്ലു അർജുൻ്റെ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിരുന്നു. ഇന്നും അല്ലു താരമാണ്. നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് തെലുങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കം കണ്ടു വളർന്നത് ഒരു പക്ഷേ അല്ലു അർജുൻ്റെ സിനിമകളായിരിക്കും. ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് ഒക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് അല്ലു അർജുൻ സിനിമകളൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ അല്ലു അർജുൻ്റെ ആ ഒരു റീമേക്ക് സിനിമയിലെ ഹീറോപന്തി എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ തുടക്കം. ഇത് കൃതി സനോൻ എന്ന് പറയുന്ന നായികയും പ്രകാശ് രാജും എല്ലാവരും ഉണ്ട് അതിൽ. ആ ഒരു സിനിമ നല്ല സൂപ്പർ ഹിറ്റായിരുന്നു. അവിടെ എന്താ പറയുക, ഒരു ആക്ടർ, ഒരു ഹീറോ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ അദ്ദേഹത്തിന് ഈ ഒരു സിനിമ സഹായിച്ചു. അങ്ങനെ ഹീറോപന്തി എന്ന് പറയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റായി. അടുത്തത് അതേ ടീമിന്റെ തന്നെ, നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ സാജിദ് നദിയവാല എന്ന് പറയുന്ന പ്രൊഡ്യൂസർ, അതിന്റെ ഡയറക്ടർ സാബിർ ഖാൻ. എന്താ പറയുക, സാജിദ് നദിയവാലയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ബോളിവുഡിലൊക്കെ ശരിക്കും അവിടെ ഒരു പ്രൊഡ്യൂസറാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് എല്ലാവർക്കും, എല്ലാ ഡയറക്ടേഴ്സിനും ഒക്കെ അവിടെ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്. ഇപ്പൊ കരൺ ജോഹർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംവിധായകനുമാണ്, പക്ഷെ അദ്ദേഹം ഒരു നിർമ്മാതാവുമാണ്. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകൾ പലതും പുതിയ സംവിധായകർ സംവിധാനം ചെയ്യുന്നുണ്ട്. അതിലെ കാസ്റ്റിങ്ങിന് തൊട്ട് അതിന്റെ റിലീസ്, മാർക്കറ്റിംഗ് വരെ ഇവരെല്ലാവരും നോക്കുന്നുണ്ട്. അപ്പൊ ഈ സാജിദ് നാദിയദ്വാല അദ്ദേഹമാണ് ഈ പറഞ്ഞ പോലെ ടൈഗർ ഷ്രോഫിനെ, നമ്മുടെ ജാക്കി ഷ്രോഫിന്റെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഒരു ഫസ്റ്റ് പടം ഹിറ്റ് കൊടുത്തു. അതിനുശേഷം അടുത്തൊരു സിനിമ, അതും ഒരു റീമേക്ക് സിനിമ തന്നെയായിരുന്നു. വർഷം എന്ന് പറയുന്ന 2004 തെലുങ്കിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. അതിന്റെ തമിഴ് വേർഷൻ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അത് 2005-ലാണ് ഇവിടെ മഴൈ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. നമ്മൾ ജയം രവി, ശ്രേയ ശർമ്മ അഭിനയിച്ചത്. അപ്പൊ ഇതിലെ ഗോപി ചന്ദ് എന്ന് പറയുന്ന തെലുങ്കിലെ സ്റ്റാർ, അദ്ദേഹം ഒന്ന് സ്റ്റാർ ആയിരുന്നു. ഇന്ന് ഇത്തിരി സ്റ്റാർഡപ്പിനൊക്കെ നമ്മൾ അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗോപി ചന്ദിന്റെ പണ്ടത്തെ ഒരു സ്റ്റാർഡപ്പിനെ കുറിച്ചും ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഗോപി ചന്ദ് ആയിരുന്നു അതിൽ ആ ഒരു തെലുങ്കിലെ വില്ലൻ വേഷമൊക്കെ ചെയ്തിരിക്കുന്നത്. ജയം രവിയാണ് അതിന്റെ തമിഴില് ഹീറോ ആയിട്ട് അഭിനയിച്ചത്. രണ്ടുപേരും തെലുങ്കും തമിഴും ഗോപി ചന്ദ് ആയിരുന്നു വില്ലൻ. അപ്പോൾ ഇതിൽ വർഷം എന്ന് പറയുന്ന ഒരു സിനിമ തെലുങ്കിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രഭാസാണ്. പ്രഭാസും തൃശ്യമാണ് തെലുങ്കിൽ അഭിനയിച്ചത്. അത് മലയാളത്തിൽ തമിഴിൽ വന്നു കഴിഞ്ഞപ്പോൾ ശ്രേയ ശരണം, ജയം രവിയായിരുന്നു. ആ സാധനമാണ് ഇവിടെ ഹിന്ദിയിൽ കൊണ്ടുവന്നിട്ട് എന്താ പറയാ ഇവര് റീമേക്ക് ചെയ്തിരിക്കുന്നത്. ഇതില് ശ്രദ്ധ കപൂറാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സുധീർ ബാബു എന്ന് പറയുന്ന ഒരു നടനുണ്ട്. അദ്ദേഹമാണ് തെലുങ്കിലെ ഒരു എന്താ പറയാ അത്യാവശ്യം നല്ല ക്യാപ്റ്റോളുകളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദി ഡെബ്യൂ മൂവി ആയിരുന്നു ഈ പറയുന്ന ഒരു ഭാഗ്യ എന്ന് പറഞ്ഞ മൂവി. ഞാൻ ഈ ഭാഗ്യ എന്ന് പറഞ്ഞ മൂവി ശരിക്കും കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതിലൊരു പാട്ടൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മഴ വീഴുന്നതും അതിലെ നായികനെ വില്ലന്റെ കഥാപാത്രം കാണുന്ന ഒരു സീനൊക്കെ. ഇത് നമ്മൾ തമിഴ് വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഹിന്ദി കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരിക്കലും ഈ ഒരു ഹിന്ദി പാട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ആ ജയം രവിയുടെ കണ്ട ഒരു സിനിമയാണല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഭാഗ്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അതും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കളക്ട് ചെയ്തതാണ്. അതൊക്കെ ഇരിക്കുന്നു 35 കോടി, ഇതിന്റെ ഒരു റിപ്പോർട്ടുകളൊക്കെ അനുസരിച്ച് 35 കോടിയൊക്കെ ബഡ്ജറ്റുള്ള പക്ഷേ 100 കോടിയുടെ മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഒരു 2 സിനിമയും അത്യാവശ്യം ടൈഗർ ഷ്രോഫിന്റെ 2 സിനിമ കൊണ്ട് തന്നെ എന്താ പറയാ അവിടെ ഒരു സ്റ്റാർഡം കിട്ടി. ഈ ഒരു സിനിമയുടെ ഒരു ലുക്കും കാര്യങ്ങളും, അതായത് ആദ്യത്തെ സിനിമയിൽ നിന്നും മാറിയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഈ ലുക്ക് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട്
എന്താ പറയുക ഇതിന്റെ പ്രൊഡക്ഷൻ ടീമുകൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ പറഞ്ഞ സ്റ്റണ്ട് സീൻസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ടൈഗർ ഷ്രോഫ് കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ടൈഗർ ഷ്രോഫ് അങ്ങനെയാണ്, അദ്ദേഹം ചെറുപ്പം മുതലേ സ്റ്റണ്ട് എന്താ പറയുക മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതിനു വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും അദ്ദേഹം കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് സിനിമകൾ ടൈഗർ ഷ്രോഫ് ചെയ്തു. അപ്പോൾ ഇതിൽ ഈ ബാഗി എന്ന് പറയുന്ന ഒരു ഇത് തന്നെ എടുത്ത് തന്നെ അത് പിന്നീട് ഒരു സീരീസ് ആയിട്ട് മാറി. ബാഗി 2, ബാഗി 3, ബാഗി 4 4 ഇറങ്ങിയിട്ട്. പക്ഷേ അതൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ. കഥകൾ പലതും ഡിഫറെൻ്റ് ആണ്, പലതും റീമേക്കാണ്. ഇതിൽ ബാഗി 2ഉം മറ്റൊരു തെലുങ്ക് പടത്തിൻ്റെ റീമേക്കായിരുന്നു. ബാഗി 3യും എന്താ പറയുക തന്നെ ഒരു തമിഴ് പടത്തിൻ്റെ റീമേക്കായിരുന്നു. ബാഗി 3യിലെ ഒരു തമിഴ് പടം വേട്ടൈ എന്ന് പറയുന്ന തമിഴ് പടം, നമ്മുടെ ആര്യയും അതുപോലെ തന്നെ മാധവനൊക്കെ അഭിനയിച്ചിട്ട് സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീമേക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ടൈഗർ ഷ്രോഫും ഹൃദേശ് ദേശ്മുഖൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതും അത്യാവശ്യം വിജയമായിരുന്നു. ബാഗി 2ഉം ബാഗി 3യും വിജയമായിരുന്നു. ബാഗി 4 കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അത് അത്ര വലിയ ഒരു വിജയമൊന്നും അല്ലായിരുന്നു. അത് അതിൻ്റെ വേറെ ഒന്നിൻ്റെയും റീമേക്കൊന്നും അല്ല തോന്നുന്നു. എന്തായാലും അത് അത്ര വലിയ വിജയമൊന്നും അല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഇത്രയും സിനിമകൾ ഒരു അത്യാവശ്യം ഒരു ബോഡി, പണ്ടൊരു സൽമാൻ ഖാനോ പിന്നീട് ഒരു ഋത്തിക് റോഷനോ ഒക്കെ വന്നിരുന്ന ഒരു പോലെ അവർക്ക് ശേഷം വന്ന ഒരു ജനറേഷൻ, നമുക്കറിയാം ശരിക്കും ഒരു 2000 ശേഷം വന്ന കുറച്ച് ജനറേഷൻസ് ഉണ്ട്. അതിലിപ്പോൾ നമുക്ക് വിക്കി കൗശൽ എടുക്കാം, വരുൺ ധവാൻ എടുക്കാം, അങ്ങനെ കുറേ നടന്മാരിൽ അത്യാവശ്യം ഒരു ആക്ഷനൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കുന്ന ഒരു നടൻ തന്നെയാണ് ടൈഗർ ഷ്രോഫ്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറയുന്നത് വാർ എന്ന് പറയുന്ന സിനിമയാണ്. നമുക്ക് അതിൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഋത്തിക് റോഷനും ടൈഗർ ഷ്രോഫുമാണ് അതിലുള്ളത്. അത് ഭയങ്കര അഭിനയ സാധ്യത, ഞാൻ പറഞ്ഞ ഭയങ്കര ഒരു ഇമോഷനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ മാത്രമുള്ള അങ്ങനെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടർ അല്ല. പക്ഷേ ആക്ഷൻ്റെ കാര്യത്തിൽ ടൈഗർ ഷ്രോഫ് എന്താ പറയുക നന്നായിട്ട് ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ പറഞ്ഞ പണി വൃത്തിക്ക് എടുക്കുന്ന ആ ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു നടൻ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ബഡേമിയൻ ചോട്ടേമിയൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അതിൽ പൃഥ്വിരാജൊക്കെ വില്ലൻ വേഷം ചെയ്തിരുന്നതാണ്. പക്ഷെ ആ ഒരു സിനിമ പരാജയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടൈഗർ ഷ്രോഫിന് കുറച്ച് ക്ഷീണത്തിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നന്നായിട്ട് എഫേർട്ടൊക്കെ ഇട്ട് നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നന്നായിട്ട് ഇനിയും ഒരു ഭയങ്കര സ്കോപ്പ് ഉണ്ട്. കാരണം ജാക്കി ഷറഫ് പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും. അതെ, നമുക്കിപ്പോൾ ജാക്കി ഷറഫ് ശക്തമായിട്ടുള്ള അച്ഛൻ വേഷങ്ങളും വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ട് 80s-ലും 90s-ലൊക്കെ ശരിക്കും ഒരു താരം തന്നെയാണ്. നമ്മൾ പണ്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 94-ലെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു 10-15 നടന്മാരുടെ ലിസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഈ പറഞ്ഞ സഞ്ജയ് ദത്തും ജാക്കി ഷറഫും അനിൽ കപൂറും സണ്ണി ഡിയോളും ഇവരൊക്കെ നിറഞ്ഞു നിന്നത്. ഈ ഖാൻ എന്താ പറയുക അവരുടെ ഒരു കാലഘട്ടത്തിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ 80s-ൽ സിനിമകൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് ജാക്കി ഷറഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്തായാലും മകൻ നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് എന്താ പറയുക നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ മാർഷൽ ആർട്സിനെ ഉള്ള ഒരു താല്പര്യവും അതിനെക്കുറിച്ചുള്ള ഒരു അറിവൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെ എനിക്ക് വായിച്ചിരുന്നു. അതായത് നമ്മുടെ ധൂം 4 എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം. ധൂം സീരീസിൽ ധൂം 4-ൽ ധൂം 3-ൽ ആമിർ ഖാനാണ് വന്നത്. ധൂം 1-ൽ ജോൺ അബ്രഹാം വന്നു, ധൂം 2-ൽ ഋത്തിക് വന്നു, ധൂം 3-ൽ ആമിർ ഖാനാണ്. അത് അതിൽ ആമിർ ഖാൻ ആ ഒരു നമുക്കറിയാം അതുവരെയുള്ള ആമിർ ഖാൻ കുറച്ചുകൂടി ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് വേറൊരു തരത്തിലുള്ള ഒരു ആമിർ ഖാനാണ് നമ്മൾ അതിൽ കണ്ടിരിക്കുന്നത്. അതിൽ ആമിർ ഖാൻ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ട ഒരു എന്താ പറയുക അതിന് വേണ്ട കുറച്ച് ട്രെയിനിങ് അല്ല അതിന് വേണ്ട കുറച്ച് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ടൈഗർ ഷ്രോഫ്. അപ്പോൾ ടൈഗർ ഷ്രോഫിനെ ഈ ഒരു ലെവലിലോട്ട് എനിക്ക് തോന്നുന്നു സൽമാൻ ഖാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. സൽമാൻ ഖാൻ ഒരുപാട് പേര് പണ്ട് ഋത്തിക് റോഷനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൽമാൻ ഖാൻ്റെ കരൺ അർജുൻ എന്ന് പറയുന്ന ഒരു സിനിമ സൽമാനും ഷാറൂഖ് അഭിനയിച്ച രാകേഷ് റോഷൻ സംവിധാനം ചെയ്ത കരൺ അർജുൻ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഋത്തിക് റോഷൻ. അപ്പോൾ അന്ന് ഋത്തിക്കൊക്കെ അത്യാവശ്യം മെലിഞ്ഞ് എന്താ പറയുക നമ്മളിപ്പോൾ പഴയ ഋത്തിക്കിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി അറിയാം. അത്യാവശ്യം അങ്ങനെ വലിയൊരു ബോഡിയോ കാര്യങ്ങളൊന്നുമില്ല, വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു സാധാരണ അത്യാവശ്യം ഒരു സ്റ്റാമറിങ് ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നീടാണ് ഋത്തിക് റോഷൻ അതൊക്കെ എന്താ പറയുക അതൊക്കെ മാറ്റി ഒരുപാട് സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളത്. അന്ന് കമനോപ്പി ഇറങ്ങി എന്നുള്ള സിനിമയിലേക്ക് വേണ്ടിയിട്ട് രാകേഷ് റോഷൻ മകൻ ഋത്തിക് റോഷനെ ഗ്രൂം ചെയ്യാൻ വേണ്ടി അന്ന് സൽമാൻ ഖാൻ്റെ അടുത്താണ് അയച്ചിരിക്കുന്നത്. സൽമാൻ ഖാനാണ് അന്ന് ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ടൈഗർ ഷ്രോഫിൻ്റെ കാര്യം. ഇപ്പോൾ സൽമാൻ അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ ഈ ഒരു രീതിയിൽ ഫിസിക്കൽ കാര്യങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ ആമിർ ഖാനെ ഈ പറഞ്ഞ പോലെ തന്നെക്കാട്ടും സീനിയർ ആമിർ ഖാന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ടൈഗർ ഷ്രോഫ്. ആമിർ ഖാൻ്റെയും അതൊരു നല്ല മനസ്സായിരിക്കും കാരണം ടൈഗർ ഷ്രോഫിൻ്റെ അടുത്തുനിന്ന് വേണ്ട ഈ പറയുന്ന പോലെ തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ എടുത്തുള്ളത്. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം വേറെ ഒരു ദുശീലങ്ങളൊന്നും ഇല്ലാത്ത പക്ക എന്താ പറയുക ഒരു ആൽക്കഹോളോ ടുബാക്കോ ഒന്നും
അടുത്തുകൂടെ പോവില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. ഭയങ്കര ഭക്തിയാണ് അദ്ദേഹം ലോർഡ് ശിവയുടെ, ശിവഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വ്രതമൊക്കെ എടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ കേൾക്കാറുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് 12 വർഷമായിട്ടുള്ളൂ സിനിമയിൽ വന്നിട്ട്. 2014 തുടങ്ങി. ഈ പറഞ്ഞ പോലെ സിനിമയുടെ രീതികൾ മാറുന്നുണ്ട്. പക്ഷേ എന്നും ഒരു ആക്ഷൻ ഹീറോയിന് എന്നും ഒരു സ്കോപ്പ് അത് എല്ലാ ഭാഷയിലും ഉണ്ട്. പണ്ട് ഋത്തിക്കാണെങ്കിൽ ഇന്ന് അതൊരു ടൈഗർ ഷെറഫ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ നിൽക്കുന്നത് ടൈഗർ ഷെറഫ് തന്നെയാണ്. കാരണം അഭിനയ മുഹൂർത്തങ്ങൾ ചെയ്യേണ്ട വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ നല്ല ഒരു ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഇത് ചെയ്യാൻ ഇന്നത്തെ ജനറേഷനിൽ വരുന്ന പണ്ടത്തെ പോലെയല്ല. ഇന്നത്തെ ജനറേഷനിൽ കുറവാണ് ആളുകൾ. അത് എനിക്കൊരു ടൈഗർ ഷെറഫിന് അവിടെ നല്ലൊരു സ്പേസ് ഇനിയുണ്ട്. ഇനി ഒരുപാട് അധികം സഞ്ചരിക്കാനായിട്ട്. 36 വയസ്സായിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് കിടക്കുകയാണ് ഒരുപാട് കാലം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ബാഗി സീരീസ് സിനിമകൾ, വാറ്, ഈ ഹീറോപന്തി സിനിമകളൊക്കെ ഇതിലേതെങ്കിലുമൊക്കെ സിനിമകൾ നിങ്ങൾ പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഇപ്പോൾ ഈ അല്ലു അർജുനും നല്ലൊരു ആക്ഷൻ ഹീറോ ആയാണ് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും അല്ലുവിനെയും ഈ പറയുന്ന പോലെ ടൈഗർ ഷെറഫ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന സിനിമയൊക്കെ റീമേക്ക് സിനിമകൾ, അല്ലുവിൻ്റെയും പ്രഭാസിൻ്റെയൊക്കെ സിനിമകൾ ടൈഗർ ഷെറഫ് റീമേക്ക് ചെയ്തത് കണ്ടതിൽ ആരാണ് ബെറ്റർ? ടൈഗർ ഷെറഫ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ടോ അതോ ടൈഗർ ഷെറഫ് പോരാ എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാ അഭിപ്രായവും നമുക്ക് കമൻറ്റ് ചെയ്യാം.